സ്വാഗതം ശർമാജി. നമസ്കാരം. ശർമാജി, അങ്ങനെ നമ്മൾ 12 രാശികളിലായി ഈ വർഷഫലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് ഇടവൻ രാശി, കാർത്തിക ഒടുവിലത്തെ 45 നാഴിക, രോഹിണി മകരം ആദ്യത്തെ 30 നാഴിക അടങ്ങുന്ന ഇടവരാശിയെക്കുറിച്ചാണ്, ഇടവരാശിക്കാരുടെ വർഷഫലമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, അല്ലേ? വർഷഫലം എന്ന് പറഞ്ഞാൽ മലയാള വർഷഫലം. അതിൽ പ്രത്യേകിച്ച് 240, 250 ദിവസത്തേക്കുള്ള ഫലമായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അത് കഴിഞ്ഞെന്നാൽ ഗ്രഹങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് സൈറൺ മുഴങ്ങും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ 365 ദിവസം എന്ന് തന്നെ പറയാം. അത് വേണ്ട, 240, 250 ദിവസത്തേക്കൊക്കെയുള്ള ഫലങ്ങളാണ് പൊതുവേ വർഷഫലം എന്ന് പറയും. ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മുഴുവനും പകൽ സമയമാണോ? അല്ലല്ലോ. രാത്രിയുണ്ട്, സന്ധ്യയുണ്ട്, വെളുപ്പാങ്കാലമുണ്ട്, മധ്യാഹ്നമുണ്ട്, സായം സന്ധ്യയുണ്ട്, സുപ്രഭാതമുണ്ട്, ബ്രാഹ്മമുഹൂർത്തമുണ്ട്. ഇങ്ങനെ ഖണ്ഡമായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇടവരാശി കാർത്തികയുടെ ഒടുവിലത്തെ 45 നാഴിക, രോഹിണി മകയിരത്ത് അര ഭാഗം വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം. ഇപ്പോൾ ഈ പറയുന്നതെല്ലാം ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ, സ്ത്രീ, പുരുഷ, പണ്ഡിത, പാമര, കുബേര, കുചേല വ്യത്യാസമില്ലാതെ കോമണായിട്ടാണ്. ഇതിനകത്ത് സ്ത്രീ എന്നോ പുരുഷനൊന്നും ഇല്ല. സ്ത്രീക്ക് ഇതിൻ്റെ ഫലം ഇത് തന്നെ, പുരുഷനും ഇത് തന്നെ ഫലം, കുട്ടികൾക്കും എല്ലാം. പൊതുവെ വരുമ്പോൾ പഠിത്തം, ഉപരിപഠനം, ഉദ്യോഗം പ്രതീക്ഷിക്കുന്നവർക്ക്, അതായത് ഉദ്യോഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക്, ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, ഉദ്യോഗത്തിൽ നിന്ന് പ്രമോഷന് വേണ്ടി ടെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നവർക്കും, അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കും, പുതിയ ഏതെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, പൊതുവെ സാമൂഹ്യ പ്രവർത്തകർക്കും, ബിസിനസ്സും ജോലിയും ഒന്നല്ല ഇനി വിദേശത്തേക്ക് പോകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഉള്ളവർക്കും, പൊതുവേ ഈ രാശിപ്പെട്ടവർക്ക് ഒരു 240, 250 ദിവസത്തേക്കിന് പൊതുവേ അനുകൂലമായ കാലമാണ്. ഉപരിപഠനത്തിന് സാധിക്കും, ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് കാലോചിതപരമായ എല്ലാ പരിഷ്കാരങ്ങളും ചെയ്തോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പഠിത്തം, റെക്കമെൻഡ് ഇതൊക്കെ വേണം. അതൊക്കെ ഇതിന് അതീതമാണ്. ഇതെല്ലാം പ്രയോഗിച്ചാൽ ഈ സമയം അനുകൂലമാണ് എന്നർത്ഥം. അതുപോലെ സ്വന്തം ബന്ധം, മിത്രം എന്നിവരൊക്കെ അനുകൂലിക്കുകയും സ്വത്ത് കൈവശത്തേക്ക് വന്നു ചേരാനുള്ള യോഗം. സ്വത്ത് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെയാകാം. 1 വീട് മുതൽ 5 വീട് വരെയോ 50 വീട് വരെയോ ആകാം. അതിന് ഏറ്റക്കുറച്ചിൽ ജാതക നിലത്തിലെ യോഗഫലങ്ങൾ അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ സിറ്റിയിൽ 5 ഏക്കർ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഗ്രാമങ്ങളിൽ കിട്ടിയെന്ന് വരും, അല്ല മലയോരത്ത് കിട്ടിയെന്ന് വരും. സ്വത്തുക്കൾ സ്വപക്ഷത്തേക്ക് വന്നു ചേരാനുള്ള യോഗം. അതുപോലെ തന്നെ ബന്ധുജന സംബന്ധമായിട്ടും സ്വന്തം ജന സംബന്ധമായിട്ടും പൈതൃക സംബന്ധമായിട്ട് നമുക്ക് പാർട്ടീഷനൊക്കെ നടത്തി സ്വത്തുക്കൾ വരുന്ന ഒരു കാലഘട്ടമുണ്ട് ഒരു മനുഷ്യർക്ക്. അതൊക്കെ ഈ മലയാള വർഷം, അതായത് ഒരു 10, 250 ദിവസത്തിന് അകമായിട്ട് ഇതെല്ലാം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൊമോഷൻ, അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ, ഉള്ള തൊഴിൽ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ, കനകവേഷഭൂഷണാദികൾ, സ്വർണം വളരെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 പവന് 1 ലക്ഷത്തോളം ആയി. എന്നാലും കനകം, വേഷഭൂഷണാദികൾ, വജ്രം ഇത്യാദികളോ അല്ലെങ്കിൽ ആടയാഭരണങ്ങൾ, ഗ്രഹം, വസ്തു, വാഹനം, വീടില്ലാത്തവർക്ക് വീട്, ഉള്ളവർക്ക് 2 നില അല്ലെങ്കിൽ മറ്റൊരു 5 സെൻറ്റും കെട്ടിടവും കൂടെ, അല്ലെങ്കിൽ വീട് അല്പം കൂടെ പരിഷ്കരിക്കുക, വണ്ടി, ഒരു പുതിയ വാഹനം എടുക്കാനുള്ള യോഗങ്ങൾ. അപ്പോൾ വസ്തു, ഗ്രഹം, വാഹനം, കനകം, വേഷം, ഭൂഷണാദികൾ, അല്പം സമ്പാദ്യം, ഏതെങ്കിലും സ്റ്റോക്ക് ചെയ്യുക, ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ. ഇന്നത്തെ കാലത്ത് ചിലവുകളെല്ലാം കഴിഞ്ഞ് ഒരല്പം പണം ബാക്കി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നിത്യജീവിത ചിലവ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണ മേടിക്കാനേ തന്നെയുള്ളൂ. അതുപോലെ ആയിട്ടുണ്ട് സാധനങ്ങളുടെ വില. ചില ഓണം സീസണുകളിലൊക്കെ ഒന്ന് വില കുറയും. എന്നാലും ഈ സാധനങ്ങളുടെയൊക്കെ വില ഇനി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. സമ്പാദ്യശീലവും ഉണ്ടാവും. അപ്പം ഈ വക തൊഴിൽ മേഖലകളിൽ, കുടുംബ
വ്യക്തികളുമായിട്ട് ഇണങ്ങി നിന്നവരും സ്നേഹിതരും സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ആയിട്ട് ഒരു വരുന്ന ജൂൺ ജൂലൈ മാസങ്ങൾ മുതൽ ഒരു നീരസങ്ങൾ കണ്ടു തുടങ്ങും. അവൻ ആകപ്പാടെ ആൾ മാറി, അല്ലെ അവൾ ആകപ്പാടെ മാറി, വീടുമൊക്കെ വെച്ചു, വണ്ടിയൊക്കെ എടുത്തു, പ്രമോഷനായി, ഒന്ന് മിന്നിത്തിളങ്ങി, കുറച്ച് ഗമ കൂടി, സൗന്ദര്യമൊക്കെ കൂടി, കണ്ടില്ലേ മുടിയും ദാടിയൊക്കെ ഡൈ ചെയ്തൊക്കെ നടക്കുന്നത്, ആളെ കണ്ടാൽ അറിയലാതായി, പണമായെന്നേ പുതിയ രീതി എന്നൊക്കെ ഉള്ള രീതി കുറച്ച് പേരെ അസൂയ, സ്പർദ്ധ മുതൽ തിരിയും. ഭള്ളു പറയുകയും ദുഷ്പേര് പറയുകയും പുറംതിരിയുകയും മുഖത്ത് മ്ലാനത ഉണ്ടാകുകയും ചെയ്യും. പിണക്കം നടിക്കും, പിണക്കം ഉണ്ടാവും, പരിഭവം ഉണ്ടാവും. ഇതിനിടയ്ക്ക് ചിലർ സഹായത്തിനൊക്കെ ആയിട്ട് വരും. വരുന്ന ജൂൺ ജൂലൈ ആകുമ്പോഴാണ്. എല്ലാവർക്കും സഹായിക്കാൻ പറ്റുമോ? പറ്റാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അഹങ്കാരി എന്നുള്ളൊരു പേരിലേക്ക് വരും. അതുപോലെ സംഭാഷണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മൂർച്ചയേറിയ സംഭാഷണങ്ങൾ ഒതുക്കണം. അതുപോലെ പ്രവൃത്തിയും കൊടുക്കൽ വാങ്ങലുകളിലും റിക്കാർഡിക്കൽ പരമായ കാര്യങ്ങളിലും മൊബൈൽ വിളിക്കുമ്പോഴുമൊക്കെ കുറച്ച് സൗമ്യമായിട്ട് നിന്നില്ലെങ്കിൽ വരുന്ന ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനും പല ആളുകളും അപഖ്യാതിയും പിണക്കവും ശത്രുതയും പരിഭവവും, ജോലി സ്ഥലത്ത് തന്നെയാണെങ്കിലും അധികാരികൾ പണങ്ങാനും സ്വന്തം വീട്ടിൽ തന്നെയാണെങ്കിലും മാതൃശാപം വരെ ഉണ്ടാവുമെന്നാണ്. അമ്മയുടെ പിരാക്ക് മുടിഞ്ഞു പോകും എടി, അല്ലെ മുടിഞ്ഞു പോകൂടാ എന്നൊക്കെ ഉള്ള പിരാക്കുകൾ ചിലപ്പം ചിലതൊക്കെ ചില വിഷമം കൊണ്ടൊക്കെ സംഭവിക്കാം. വാക്ക്, ധനം, പ്രവൃത്തി സൂക്ഷിച്ചോണം വരുന്ന മെയ് ജൂൺ മുതൽ. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടും, ഉള്ളവർക്ക് പ്രൊമോഷൻ, ഗ്രേഡ് വർധനവ്, ശമ്പളക്കൂടുതൽ, കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് നല്ലൊരു സുവർണാവസരങ്ങൾ എല്ലാം വരുന്നതാണ്. നന്ദി, നമസ്കാരം.